ഇവിടുത്തെ ഒരു കലക്ടർ, ഡിസ്ട്രിക്ട് കലക്ടർ ഇവിടുന്ന് മലപ്പുറത്തേക്ക് ട്രാൻസ്ഫറായി. ഞാൻ മലപ്പുറത്തുകാരനാണ്. ഞാൻ ജനിച്ചും വളർന്നത് മലപ്പുറത്താണ്. മലപ്പുറം വില്ലേജുകളിലാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇപ്പുറം അപ്പുറം ഒരേമാതിരി സഹോദരന്മാരുമാതിരി ജീവിച്ച ഒരു ഗ്രാമത്തിൽ ജനിച്ചു വന്ന ആളാണ് ഞാൻ. ഈ അദ്ദേഹത്തെ മലപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തത് ഒരു ശിക്ഷാ നടപടിയാണ് എന്ന് അദ്ദേഹം ധരിച്ചുപോയി. ഞാൻ പറഞ്ഞു, ഞാൻ യോഗത്തിൽ പ്രസംഗിച്ചു. അദ്ദേഹത്തിനുള്ള യാത്രയപ്പ് യോഗത്തിൽ എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞു. ഞാൻ പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു, ഒരു ഉദാഹരണത്തോടു കൂടി പറഞ്ഞു. ഞാൻ തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ ഡയറക്ടറായിരിക്കുന്ന കാലത്ത് എനിക്ക് പത്തനംതിട്ടയിൽ ഒരു ദിവസം, ഞാൻ തൃശ്ശൂർ വന്നതായിരുന്നു, പത്തനംതിട്ടയിൽ പിറ്റേ ദിവസം 10 മണിക്ക് എനിക്കൊരു എൻക്വയറി നടത്താൻ, ആ എൻക്വയറിയിൽ ബന്ധപ്പെട്ടവരോടൊക്കെ വരാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അവിടെ എത്തണം. എന്റെ ഡ്രൈവർ സുഖമില്ലാതെ കിടപ്പാണ്. അതുകൊണ്ട് ഞാൻ തന്നെ കാർ ഓടിച്ച് ഇവിടുന്ന് പോയി. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് കാപ്പി കുടിച്ച് കാർ ഓടിച്ച് പോയി. വഴിയിൽ ആരുമില്ല. കുറെ പോയപ്പോ ഒരാള് ബസ് കാത്തു നിൽക്കണം. അപ്പൊ ഞാൻ കാറ് നിർത്തി. എങ്ങോട്ടാണെന്ന് ചോദിച്ചു. കോട്ടയത്തേക്കാണെന്ന് പറഞ്ഞു. ശരി, കയറൂ, ഞാൻ മാത്രമേ ഉള്ളൂ, കാറിലിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം എന്റെ കാറിലിരുന്നു. ഞാൻ കോട്ടയത്ത് എത്തുന്നവരെ ഞാനൊന്നും സംസാരിച്ചില്ല. അദ്ദേഹം എന്നോടൊന്നും സംസാരിച്ചില്ല. കോട്ടയത്ത് എത്താറായപ്പോ കോട്ടയത്തിന്റെ അടുത്ത് തന്നെ ഒരു പാലമുണ്ട്. ആ പാലത്തിന്റെ അടുത്ത് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, എവിടെയാണ് ഇറങ്ങേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ അവിടെ നിർത്തി തരാം. അങ്ങനെ നിർത്തി. അദ്ദേഹം പോയി. ആരാണാളെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം എന്നോടും ചോദിച്ചില്ല, ഞാൻ അദ്ദേഹത്തോടും ചോദിച്ചില്ല. ഇതേ ജോലി 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഒരിക്കൽ എന്റെ നാട്ടില് വന്ന്, എനിക്ക് അന്ന് കോഴിക്കോട്ടൊരു എൻക്വയറിയാണ്. അന്ന് പക്ഷേ ഡ്രൈവറോട് വരണ്ടെന്ന് പറഞ്ഞതാണ്. കാരണം കോഴിക്കോടേക്ക് പോണ വഴിയൊക്കെ എനിക്ക് വളരെ സുപരിചിതമാണ്. മലപ്പുറത്തായിരുന്നല്ലേ. ഞാൻ കാർ ഓടിച്ചു പോവുകയാണ്. എടപ്പാൾ ചുങ്കത്ത് എത്തിയപ്പോൾ പ്രായമായ ഒരു മുസ്ലിം സഹോദരൻ അവിടെ ബസ് കാത്തു നിൽക്കുക. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എവിടേക്കാ പോകണമെന്ന് ചോദിച്ചു. രാമനാട്ടിലേക്കാണ് എന്ന് പറഞ്ഞു. ശരി, ഈ കാറിൽ കയറിക്കോളൂ, ഞാൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹം അവിടെ കയറി. അദ്ദേഹം എന്നോട് ചോദിക്കാൻ തുടങ്ങി, ആരാണ് എന്താണ് എന്നൊക്കെ. അപ്പൊ എന്നെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹം അറിയാം. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തി. രാമനാട്ടിലായിരുന്നു. കോഴിക്കോട് റോഡിലേക്ക് തിരിച്ച് ഞാൻ കാർ അവിടെ നിർത്തിയപ്പോ അദ്ദേഹം പറഞ്ഞു, ഇവിടെ നല്ലൊരു ചായപ്പീടിയുണ്ട്, സാർ ഒരു ചായ കുടിക്കണം. വേണ്ട, ചായ വേണ്ട. അതൊന്നും പറ്റില്ല, ചായ കുടിച്ചേ പോവാം എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ പുറത്ത് ഓടി ചെന്ന് അവിടുന്ന് ഒരു ചായ മേടിച്ച് എന്നെ കൊണ്ട് അദ്ദേഹത്തിന്റെ ആതിഥ്യം സ്വീകരിപ്പിച്ചു. ഞാൻ പറഞ്ഞു, മലപ്പുറത്തുകാരിങ്ങനെയാണ്. കോട്ടയത്തുകാര് എന്റെ ആതിഥ്യം എന്റെ കാറിലിരുന്ന് അവിടെ പോയിട്ട് ഞാൻ ആരാന്ന് പോലും ചോദിക്കാതെ പോയി അതൊന്ന് ഇവിടെ മറ്റൊരു പിക്ചറാണ്. ഈ മലപ്പുറത്തുകാരുണ്ടല്ലോ, ഏറ്റവും നല്ല അതിഥികളാണ്, സ്നേഹമതികളാണ്. അവരുടെ സ്വഭാവമാണത്. മുസ്ലിം സമൂഹത്തിനെ അറിഞ്ഞാലേ അറിയും. അങ്ങനെയുള്ള ഒരു സമൂഹത്തിനെ പറ്റി ഇതാണ് ഇപ്പോൾ ആളുകൾ നമ്മൾ ഇങ്ങനെ അവരെ മാറ്റി നിർത്തണമെന്ന് പറയുന്നത്, മറ്റുള്ളവരെമാരുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കരുതെന്ന് പറയുന്നത്. ഇത് എന്തൊരു കഷ്ടമാണ്. നമ്മുടെ ഭരണഘടനയും നമ്മുടെ എല്ലാ സംസ്കാരവും അതിന് വിരുദ്ധമായിട്ടുള്ളതാണ്. ആദ്യം ഇന്ത്യ രാജ്യം തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ്. നമ്മളാരും മുമ്പുള്ളവരല്ലാതെ ഹിന്ദുക്കളൊന്നും ഇവിടെ ഉള്ളവരെല്ലാം ചരിത്രം പഠിച്ചവർക്കറിയാം. മൈഗ്രേഷനാണ് ഇന്ത്യൻ ചരിത്രത്തിന്റെ കഥ തന്നെ. ഇന്ത്യയിലേക്ക് എത്ര